വേസ്റ്റ്, ലോകത്തുള്ള മുഴുവൻ തിരികേശവും ബോഡി വേസ്റ്റ് ആണെന്ന് ലേഖനം എഴുതിയ വിദ്വാനാണ് ഓ അബ്ദുള്ള. ആ ഓ അബ്ദുള്ള SSFന്റെ പരിപാടിയിൽ എങ്ങനെ വന്നു എന്നല്ല, അയാൾ വന്നപ്പോ നിങ്ങളുടെ ലീഡേഴ്സ് മുഴുവനും എഴുന്നേറ്റ് നിന്ന് അയാളെ മുൻ സീറ്റിലിരുത്തി അയാൾക്ക് കൈ കൊടുത്ത് പൈസയും കൊടുത്ത് വിടുമ്പോ, പ്രിയപ്പെട്ട SSFകാരാ, നിങ്ങളാണോ ക്യാമ്പുകളിൽ പറഞ്ഞു കൊടുത്തത് അർശിന്റെ തലയുണ്ട്, ഒരു ഏലന്റെ തണല് പോലും കിട്ടൂല, അക്കോലത്തിൽ അപ്പങ്ങളുണ്ട്, അത് തീർത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. വെറുതെ പറയല്ല, കണ്ടോ തെളിവ്, ഇതൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. ഇതൊന്നും നമ്മൾ എവിടുന്ന് കൊണ്ടുവരുന്ന സാധനമൊന്നുമല്ല, അവക്ക് കാണിച്ചു കൊടുക്കും. ഓ അബ്ദുള്ള എന്നുള്ള ഏറ്റവും വലിയ ഹബീബായ തങ്ങളെ ഹദീസുകളെ ഞാൻ ചാടിക്കറക്കാറാണ് പതിവ് എന്ന് വരെ എഴുതിയ വിദ്വാനാണ് ആ പിന്നിലൂടെ ഇങ്ങനെ കടന്നു വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ നേതാവ്. അയാൾ വരുമ്പോ നോക്കിക്കൊള്ളു SSFന്റെ സ്റ്റേജിലേക്ക്. എവിടെങ്കിലും ഒന്നും ഇരുത്താൻ പറ്റൂലല്ലോ, വലിയ നേതാവല്ലേ. അതാ റസാഖ് സക്കാഫി, സ്വാദിഖ് സക്കാഫി, മജീദ് മാഷ് ഒക്കെ ആദരിച്ച് ഞാൻ മുന്നിൽ തന്നെ കൊണ്ട്, ഇത് SSFകാരാ, ശംസുല്ലമ വേദി പങ്കിട്ടു പറഞ്ഞ് പിരിഞ്ഞുപോയ ടീമാത്, തീർത്ത് മനസ്സിലാക്കിക്കോളി. ഏറ്റവും മുന്നിൽ അവിടെ ഇരിക്കുന്നു. നീ ആ കൈ കൊടുക്കുന്ന രംഗം ഒന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തു ആണോ. സുലൈമാൻ ഉസ്താദ് എന്താ പറഞ്ഞ്, സോപ്പിട്ട് കഴിക്കണം. ഏത് സോപ്പ് വെച്ചാണോ നിങ്ങൾ ഇവിടെ പോയത്, പറ, ആ സോപ്പിന്റെ പേര് പറ. ഇതിനൊക്കെ മറുപടി പറയാൻ നിങ്ങൾ 1000 ജന്മം ജനിക്കേണ്ടി വരും. ഇതിന് ലാസ്റ്റ് പറയാ, അത് ഓനെ വലുതാക്കണ്ട വിചാരിച്ച ഞങ്ങൾ പറഞ്ഞു തരാണ്, പറയാതിരിക്കാണ്. വലുതാക്കണും ചെറുതാക്കണും നിങ്ങളാണ് അപ്പോഴും നിങ്ങളെ അഹങ്കാരം, അത് നിർത്ത്. നിങ്ങളൊരു ചുക്കുമല്ല ഇവിടെ. വലുതാക്കുന്നവനും ചെറുതാക്കുന്നവനും അള്ളയാണ്. അത് നിങ്ങൾക്ക് വിശ്വാസം പോയി. അതൊക്കെ കാരണം. മറുപടി പറ. നിങ്ങൾ ഈ കൈ കൊടുത്ത മൊയിലേരാരാന്നറിയോ? ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ, മുസ്ലിം ജമാഅത്തിന്റെ സമുന്നതനായ നേതാവ്, പ്രഭാഷകൻ. കണ്ടോ നിങ്ങള്? എന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? SSFന്റെ വേദിയിൽ എങ്ങനെ ഓ അബ്ദുള്ള എത്തി? പക്ഷെ അതിന്റെ ഫലം കൂടി ഞാൻ കാണിച്ചുതരാം. ഞങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ, വഹാബികളോടുള്ള ബന്ധം വഹാബിസത്തിലെത്തിക്കും. ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ആ കൈ കൊടുത്ത മുസ്ലിയാരെ ഒന്നുകൂടി നോക്കിക്കോളൂ. അയാളാണ് ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ. ഓ അബ്ദുള്ളയുടെ കൈയിന്റെ വിഷമിന് ഞാൻ കാണിച്ചു തരാ. ഇത് കഴിഞ്ഞ മാസത്തെ പ്രബോധനം വരിക. പ്രബോധനം എന്ന് പറഞ്ഞാൽ അതിൽ SSFന്റെ പത്രമല്ല, SKSFന്റെ പത്രമല്ല. ഇതാരെ പത്രമാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ് പ്രബോധനം വരിക. ഈ പ്രബോധനം കഴിഞ്ഞ മെയ് മാസത്തിലെ പ്രബോധനത്തിൽ നിങ്ങൾ കണ്ടോ, ഇതിന്റെ പുറംചട്ടയിൽ തന്നെ ഒരു മുസ്ലിയാർ. ആരാണ് ഈ മുസ്ലിയാർ? കണ്ടോ, ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ പ്രബോധനത്തോട് സംസാരിക്കുന്നു. ആണുങ്ങള് ആ കൈയിന്റെ ഫലാണ്. അവിടെ കൈ കൊടുത്ത അയാൾ അടുത്ത മാസം പോയിട്ട് പ്രബോധനത്തിന് ലേഖനം. ചോദിക്കട്ടെ, സാധുവായ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പ്രഭാഷകരൊക്കെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചെയ്തതിന് സംഘടന ആക്ഷൻ സ്വീകരിച്ചു എന്നല്ലേ പറഞ്ഞത്? എന്റെ ചോദ്യം, ഇയാൾ പ്രബോധനത്തിൽ ലേഖനം എഴുതിയിട്ട് ഇയാൾ നിങ്ങളുടെ മെമ്പറല്ലേ? ഇയാൾ നിങ്ങളുടെ നേതാവല്ലേ? നിങ്ങൾ ഈ മനുഷ്യൻ ഇതിലെന്താ എഴുതിയത് നിങ്ങൾക്കറിയോ? എന്താ പ്രബോധനത്തിൽ പറഞ്ഞത്? പ്രബോധനക്കാരന്റെ ചോദ്യം, എന്തിനാണ് നിങ്ങൾ മലയാളത്തിൽ ഖുത്ബ ഒഴിവാക്കിയത്? അപ്പൊ ഇയാളെ മറുപടി എന്താ അറിയോ? മലയാളത്തിൽ ഖുത്ബ ഉണ്ടായാൽ ഖത്തീബുമാര് തമ്മിൽ ഫൈറ്റ് ചെയ്യും, അതുകൊണ്ട് ഒഴിവാക്കിയതാണ്, സംഗതി പ്രശ്നമൊന്നുമില്ല. എങ്ങനെയുണ്ട് മറുപടി? സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോവാതിരിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ ഇയാൾ വിശദീകരിച്ചു കൊടുക്കാണ്. കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത് തങ്ങന്മാരെ ഭാര്യമാര് ബീവികളാണല്ലോ, അവര് പുറത്തിറങ്ങൂല പണ്ടന്നെ. അതുകൊണ്ടാണ് ഇവിടെ ആ സമ്പ്രദായം ഇല്ലാതെയായത്. ആണോ? അല്ല, പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. മാത്രമല്ല ഇയാൾ പറയുന്നുണ്ട്, ജുമുഅക്ക് വെള്ളിയാഴ്ച പോയി മലയാളത്തിൽ ഖുത്ബ ഓതിയ അനുഭവം വരെ ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ പ്രബോധനത്തിൽ പറയുന്നുണ്ട്. ചോദിക്കട്ടെ, ഇതാണോ? നിങ്ങൾ എന്ത് തീരുമാനമെടുത്തു? നിങ്ങൾ എന്ത് സുന്നി, എന്ത് മടവൂരിന്റെ ആളുകൾ? നിങ്ങൾ മറുപടി പറ. ഇത് ഇറങ്ങിയിട്ട് ഇന്ന് വരെ സിറാജിൽ നിങ്ങൾ ഒരു പരസ്യം കൊടുത്തോ? ഇല്ല. ഇനി എടുക്ക് പേരോണ്ടൊന്നും എടുക്ക, അതിന്റെ ഗൗരവം ഞാൻ കാണിച്ചുതരാം. അതിന്റെ അടുക്ക് നമ്മളെ വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. നിങ്ങൾ നല്ല പൈസ കൊടുക്കണം. മുസ്ലിം ജമാഅത്തിനെ ഈ കേരളത്തിൽ നിന്ന് തൂത്തെറിയണം. അതിനുള്ള എല്ലാ സഹായവും എല്ലാവരും കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഈ സമരം ഇവരെയും കൊണ്ടേ പോകൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവരൊരു 3-4 കൊല്ലം കൂടി കഴിയുമ്പോഴാണ് മറുപടി പറയേണ്ടത് തീരുമാനിക്കുക. അപ്പോഴേക്ക് ഞാനും പുതിയ